ഓക്കെ. ഇത് വന്നിട്ട് കൗണ്ടിങ് ഫിഗേഴ്സിൽ അടുത്ത മോഡലാണ്. അടുത്ത മോഡൽ എന്ന് പറയുമ്പോൾ ഈ സ്ക്വയറിൻ്റെ അകത്ത് അതിൻ്റെ കോർണേഴ്സിനെ തമ്മിൽ അല്ലെങ്കിൽ ഡയഗണൽ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ. ഈ ഡയഗണൽ മീറ്റ് ചെയ്യുന്ന കേസിന് മാത്രമേ ഞാനിപ്പോൾ പറയുന്ന മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആൻസർ തെറ്റും. ഓക്കെ. ഇതിൽ നമ്മളിപ്പോൾ ടോട്ടല് ട്രയാങ്കിൾ എണ്ണിക്കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെ ട്രയാങ്കിൾ, ഈ കാണുന്നത് ഒന്നാമത്തെ ട്രയാങ്കിൾ, ഇത് 2, ഇത് 3, ഇത് 4. അതായത് ഈ ഒരു ഷേപ്പ്, ഈ ഒരു ഷേപ്പ്, ഈ ഒരു ഷേപ്പ്, ഈ ഒരു ഷേപ്പ്, 4 എണ്ണം. ഓക്കെ, 4 ട്രയാങ്കിൾ. ഇനി അവിടെ ഒരു 4 എണ്ണം ഉണ്ട്. ഇനി അഞ്ചാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നോക്കുക, ഈ ഒരു വലിയ ട്രയാങ്കിൾ അഞ്ചാമത്തെ ട്രയാങ്കിൾ, ഈ ഒരു വലിയ ട്രയാങ്കിൾ ആറാമത്തെ ട്രയാങ്കിൾ. ഓക്കെ. ഏഴാമത്തെ ട്രയാങ്കിൾ ഈ ഒരു വലിയ ട്രയാങ്കിൾ. എട്ടാമത്തെ ട്രയാങ്കിൾ ഈ ഒരു വലിയ ട്രയാങ്കിൾ. മൊത്തം 8 ട്രയാങ്കിളാണ് ഇതിനകത്ത് ഉള്ളത്. മൊത്തം 8 ട്രയാങ്കിളാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ട്രയാങ്കിൾസിനെ കൗണ്ട് ചെയ്യുക. 1, 2, 3, 4. ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്നത് ഏതാ? 4ആണ്. ആ 4 × 2 ചെയ്യുക. 4 × 2 ചെയ്യുക. അപ്പോൾ ടോട്ടൽ 8 എണ്ണമായിരിക്കും ട്രയാങ്കിളായിട്ട് കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിളിനെ കൗണ്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഏറ്റവും അവസാനം വന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഇതെപ്പോഴും ഈ ഒരു ഫിഗർ വരുമ്പോൾ ഇതേപോലെ തന്നെ ഡയഗണൽസ് ക്രോസ് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കണം ഈ ഒരു ഫിഗർ. സപ്പോസ് ഞാൻ ഇങ്ങനൊരു ഫിഗറാണ് വരച്ചെങ്കിൽ 1, 2, 3, നിങ്ങൾ 3 × 2 6 എടുത്തു കഴിഞ്ഞാൽ തെറ്റാണ്. 3 × 2 6 എടുത്തു കഴിഞ്ഞാൽ എന്താണ്? തെറ്റാണ്. കാരണം ഇവിടെ ഈ ലൈൻ വന്നിട്ട് ഇവിടെ വന്ന് മീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് തെറ്റാണ്. ഓക്കെ, ഡയഗണൽസ് ക്രോസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിനകത്ത് എത്ര ട്രയാങ്കിൾ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3. ഈ ഒരു വലിയ ട്രയാങ്കിൾ, ഈ ഒരു വലിയ ട്രയാങ്കിൾ കൂടി കൂട്ടി 3, ദെൻ ഇത് 4. ആ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സാധനത്തിൽ ആ ഒരു സംഭവം ആപ്ലിക്കബിൾ അല്ല. ദെൻ ഇതിൻ്റെ തന്നെ നമുക്ക് വേറെ രീതിയിൽ ചോദിക്കാം. ഇതാ ഈ ഒരു ഫിഗറായിട്ട് ചോദിക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആപ്ലിക്കബിൾ ആണ്, അല്ല നമ്മുടെ മെത്തേഡ് ആപ്ലിക്കബിൾ ആണ്. കാരണം എന്താണ്? ഇവിടെ ഡയഗണൽസ് തമ്മിൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഡയഗണൽസ് തമ്മിൽ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, 8. അപ്പോൾ 8 × 2, ഏറ്റവും വലിയ നമ്പർ 8ആണ്. 8 × 2 16 ആണ് ഇതിൻ്റെ ട്രയാങ്കിൾ എന്ന് നിങ്ങൾക്ക് എടുക്കാം. 8 × 2 16 ആണ് ഇതിൻ്റെ ട്രയാങ്കിൾ എന്ന് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ സപ്പോസ് ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ ഇതിലും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. കാരണം ഇവിടെ ഡയഗണൽസ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണി തിരിച്ചിട്ട് ആ അവസാനം വന്ന നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. കാരണം നമുക്ക് ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, 2 ഡയഗണലും ക്രോസ് ചെയ്തിരിക്കണം. 2 ഡയഗണലും ക്രോസ് ചെയ്തിരിക്കണം. ആ ഒരു കണ്ടീഷൻ മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, ആ ഒരു കണ്ടീഷൻ മാത്രമേ നമുക്ക് ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ ഒരു മോഡലിന്റെ പ്രത്യേകത. ഇനി ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്തൊക്കെ ചോദിക്കാം. അതായത് ഇപ്പൊ ഈ ഒരു ഫിഗറിനകത്ത് ഞാനാണെങ്കിൽ ഇതിന്റെ ഉള്ളില് ദാ ഇങ്ങനെ വരയ്ക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ 2 സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഈ ആദ്യത്തേനകത്ത് 1, 2, 3 വലുതിന്റെ കേസാണ് ഞാൻ പറയുന്നത്. വലിയ ട്രയാങ്കിളിൻ്റെ അകത്ത്, വലിയ സ്ക്വയറിൻ്റെ അകത്ത് 4 × 2 8 ട്രയാങ്കിൾ ഉണ്ടാവും. 4 × 2 8 ട്രയാങ്കിൾ ഉണ്ടാവും. ചെറുതിനകത്ത് വീണ്ടും ഇവിടെ 4 എണ്ണം അല്ലേ, 4 × 2 8 ട്രയാങ്കിൾ ഉണ്ടാവും.
അപ്പോൾ ഇങ്ങനെയാണ് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷനായിട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വേറൊരു നമുക്ക് മിസ്റ്റേക്ക് പറ്റാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റം ഞാൻ കാണിച്ചു തരാം. ഇതാണ് മിസ്റ്റേക്ക് പറ്റാൻ ചാൻസ് ഉള്ള ഐറ്റം. ഓക്കെ, അതിലെന്താണ് മിസ്റ്റേക്ക് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 1, 2, 3, 4, 5, 6, 12 ട്രയാങ്കിൾ എഴുതും. കറക്റ്റാണ്. ഇത് ഡയഗണൽസ് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ 12 ട്രയാങ്കിൾ ഉണ്ടാവും. ഇതിലും നമ്മൾ 1, 2, 3, 4, 5, 6, 12 ട്രയാങ്കിൾ ഉണ്ടെന്ന് എഴുതും. കറക്റ്റാണ്. ഇതിനകത്ത് 12 ട്രയാങ്കിൾ ഉണ്ടാവും. 6 × 2 12, മൊത്തം 24. ഒരിക്കലും ആയിരിക്കത്തില്ല. കാരണം രണ്ട് ഫിഗർ ഇതേപോലെ മീറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ 12 + 12 24 കൂടുതൽ ട്രയാങ്കിൾ അവിടെ വരും. അത് ഏതൊക്കെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ വരുന്ന ഒരു 4 ട്രയാങ്കിൾ എക്സ്ട്രാ എപ്പോഴും വരും. ഇങ്ങനെ രണ്ട് ഫിഗർ ഇതേപോലെ മീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫിഗർ മീറ്റ് ചെയ്യുകയും വേണം. അതേസമയം ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ടൊരു സ്ട്രെയിറ്റ് ലൈനും വേണം. എപ്പോഴും 4 എണ്ണം ആയിരിക്കത്തില്ല. ഈ ഒരു രീതിക്കാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത്. ഫിഗർ അങ്ങനെ വേണം. നേരത്തെ പോലെ 2 പീസ് കൂട്ടി വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ലൈനും വരച്ചു. ഈ ഒരു രീതിക്കാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഓക്കെ, നമ്മൾ ആദ്യമേ തന്നെ മറ്റേ 6 × 2 12, 6 × 2 12 കൂട്ടി 24 കണ്ടുപിടിച്ചു. ഇനി ഇത് കൂടാതെ ഏതൊക്കെ ട്രയാങ്കിൾ ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കുക. ഇതേപോലെ ആയിരിക്കണം അടുത്ത ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. ഇവിടെ ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ടാവും. ഇത് നമ്മൾ എവിടെയും കൗണ്ട് ചെയ്യുന്നില്ല. ഈ ഒരു ട്രയാങ്കിൾ കൗണ്ട് ചെയ്യുന്നില്ല. ഇവിടെ ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ടാവും. ഇതും നമ്മൾ എവിടെയും കൗണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഒരു 2 എണ്ണം എക്സ്ട്രാ ആവും. ഇനി നമ്മൾ ഈ കിടക്കുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ ആ സ്ക്വയർ മീറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഇങ്ങനൊരു ട്രയാങ്കിൾ ഉണ്ടാവും. അത് നമ്മൾ എവിടെയും കൗണ്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ താഴോട്ടുള്ളത് നമ്മൾ എവിടെയും കൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ മൊത്തം ഇതിനകത്ത് ഒരു 4 എണ്ണവും കൂടി ചേർന്നിട്ട് 28 ട്രയാങ്കിൾ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, ഈ ഒരു ട്രയാങ്കിൾ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് തോന്നും. ഈ ഒരു ട്രയാങ്കിൾ എന്തുകൊണ്ട് എടുത്തില്ല, അതുപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിൾ എന്തുകൊണ്ട് എടുത്തില്ല? അതിൻ്റെ ആൻസർ ക്ലിയർ ആണ്. അങ്ങനെ ക്ലിയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കളർ ഞാനൊന്ന് ചേഞ്ച് ചെയ്തോട്ടെ. നമ്മുടെ ഈ ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു സ്ക്വയറിൽ നമ്മൾ 12 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ 12 എണ്ണത്തിൽ ഒരെണ്ണം ഇതായിരിക്കും, ഈ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ അങ്ങനെ നോക്കരുത്. അപ്പോൾ 28 ട്രയാങ്കിൾ ഇങ്ങനെ വരും. അപ്പോൾ സപ്പോസ് ഇതിനകത്ത് അടുത്ത ഒരെണ്ണം കൂടി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, അടുത്ത ഇതേപോലൊരു പോർഷൻ ഇട്ട് തന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഇങ്ങനെ ഒരു പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതിലൊരു 12, ഇതിലൊരു 12, ഇതിലൊരു 12. ദെൻ ഇവർ മീറ്റ് ചെയ്യുന്നിടത്ത് ഒരു 4, ഇവർ മീറ്റ് ചെയ്യുന്നിടത്ത് ഒരു 4. ഇതായിരിക്കും ഇതിനകത്തെ ടോട്ടൽ ട്രയാങ്കിൾ ആയിട്ട് വരുന്നത്. നമ്മുടെ മറ്റു കൊച്ചു ഫിഗർ വെച്ച് ആലോചിച്ചാൽ മതി. ഓക്കെ, ഈ ഒരു രീതിക്കാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ദെൻ മീറ്റ് ചെയ്യുമ്പോൾ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് കെയർഫുൾ ആയിട്ട് നോക്കണം. ഏതായാലും ഇങ്ങനെ ഒരു വലിയ ട്രയാങ്കിൾ വരും, അതൊന്ന് ആലോചിച്ച് വെക്കണം. ഇങ്ങനെ 2 വലിയ ട്രയാങ്കിൾ വരും. തെറ്റാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വരുന്നത് മാത്രമേ തെറ്റുള്ളൂ. അത് സൂക്ഷിച്ചും കണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഈസി ആയിട്ട് കിട്ടും. സോ ഇതൊരു മൂന്നാമത്തെ മോഡലാണ്. സോ അടുത്ത മോഡൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.